ഞാൻ എന്റെ ബി ജെ പി സുഹൃത്തുക്കളോട് ചോദിക്കണം, നല്ല ചങ്ങായിമാരെ, പൊട്ടന്മാരെ പിടിച്ചിട്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആക്കുകയാണോ അതോ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം പൊട്ടന്മാരാവാണോ പതിവ്? എന്താണ് ബി ജെ പിയിൽ സംഭവിക്കുന്നത്? വിഴിഞ്ഞത്തെ കടൽ തീരത്തെ തിരമാലകൾ അടിക്കുന്നിടത്തോളം കാലം ഒരു കടലിരമ്പം പോലെ 4 കോടി മലയാളികളുടെ നെഞ്ചിനകത്ത് ഉമ്മൻചാണ്ടി എന്ന നാമമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ CPM-കാരാ നിങ്ങൾക്കൊരു സംശയവും വേണ്ട. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളം ഏറെ ചർച്ച ചെയ്യുന്നത് ഒരു വികസന വിഷയത്തെക്കുറിച്ചാണ്. അതേറെ സന്തോഷം പകരുന്നു. ഇന്നും ഇന്നലെയുമൊക്കെയായിട്ട് മാധ്യമങ്ങളിൽ നടക്കുന്ന സജീവമായിട്ടുള്ള ചർച്ചകൾ കേരളത്തിന്റെ, രാജ്യത്തിന്റെ തലവര തന്നെ തിരുത്താൻ പര്യാപ്തമായ വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ചുള്ള സജീവമായ ചർച്ചകൾ നടക്കുകയാണ്. ഇന്നലെ ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പോർട്ട് രാജ്യത്തിന് സമർപ്പിക്കുന്ന ആ വലിയ പരിപാടി നടന്നപ്പോ 4 കോടി മലയാളികളുടെ മനസ്സിലും ഒരു പേരുണ്ടായിരുന്നു. നമ്മളെല്ലാവരും വിചാരിച്ച, നമ്മളെല്ലാവരുടെയും മനസ്സിലൂടെ കടന്നു വന്ന 4 കോടി മലയാളികളുടെ മനസ്സിലൂടെ വിഴിഞ്ഞത്ത് കപ്പലെടുക്കുമ്പോൾ കടന്നു വന്ന ഒരു പേര്, അത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരായിരുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ കേരളം ഭരിക്കുന്നവരും കേന്ദ്രം ഭരിക്കുന്നവരും ഇന്നലെ ആ പരിപാടിയിൽ തമസ്കരിക്കാൻ ശ്രമിച്ചത്, കാർപ്പറ്റിനടിയിലേക്ക് തള്ളി മാറ്റാൻ ശ്രമിച്ചത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേരായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഈ നാട്ടിൽ ജീവിക്കുന്ന ഓരോ കൊച്ചുകുട്ടിക്കും അറിയാം വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായതിന് പുറകിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി എടുത്ത പെയിൻ, അദ്ദേഹം എടുത്ത എഫർട്ട്, അത് അതുല്യമാണ്, നിരസിക്കാൻ കഴിയാത്തതാണ്, നമുക്ക് മാറ്റി നിർത്താൻ കഴിയാത്തതാണ്. എന്തൊക്കെ ആക്ഷേപങ്ങൾ ഉയർന്നു. 6000 കോടി രൂപയുടെ കടൽക്കൊള്ളയാണ് ഉമ്മൻചാണ്ടി നടത്തുന്നത് എന്നായിരുന്നു അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറിയായ പിണറായി വിജയന്റെ ആരോപണം. 6000 കോടിയുടെ അഴിമതി. ആ പദ്ധതിക്ക് ആകെ 6000 കോടി ചെലവില്ല. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അദാനിയെ പറപ്പിക്കുമെന്നാണ് പിണറായി വിജയൻ എന്ന് പ്രഖ്യാപിച്ചത്. അദാനിയെ പറപ്പിക്കും. നമ്മൾ കണ്ടു പറപ്പിക്കുന്നത്. എങ്ങനെയാ പറപ്പിച്ചത്? അദാനിയുടെ പേരുള്ള ബലൂൺ ഇങ്ങനെ പിണറായി വിജയൻ ആകാശത്തേക്ക് പറത്തിവിടുന്നത് നമ്മൾ കണ്ടു. എന്തൊക്കെ ആക്ഷേപങ്ങൾ, എന്തൊക്കെ ആരോപണങ്ങൾ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി നേരിട്ടു. പക്ഷെ അദ്ദേഹം സധൈര്യം പറഞ്ഞു, എന്തൊക്കെ ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിച്ചാലും, എന്തൊക്കെ ആക്ഷേപങ്ങൾ നിങ്ങൾ ഉന്നയിച്ചാലും, ഈ നാടിന്റെ വികസനത്തിന് പര്യാപ്തമാവുന്ന, കേരളത്തിന്റെ തലവര മാറ്റിക്കുറിക്കുന്ന ഈ വികസന പദ്ധതിയിൽ നിന്ന് 1 ഇഞ്ച് പോലും പിന്മാറാൻ ഞാൻ തയ്യാറല്ല എന്ന് സധൈര്യം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നില്ലെങ്കിൽ വിഴിഞ്ഞം പദ്ധതി ഉണ്ടാകുമായിരുന്നില്ല. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. ഉമ്മൻചാണ്ടി ഇല്ലായിരുന്നെങ്കിൽ അദാനിയുമായി ഒരു കരാർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഒപ്പിടാൻ പറ്റുമായിരുന്നു. ഇന്ന് പിണറായി വിജയനായിരുന്നെങ്കിൽ, ഇപ്പൊ പിണറായി വിജയൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ കേരളം ഉണ്ടായത് കഴിഞ്ഞ 10 കൊല്ലം കൊണ്ടാ, 9 കൊല്ലം കൊണ്ടാ. അവരുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഈ സൈദ്ധാന്തിക പ്രശ്നങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച് അല്ലേ, അവരിത്തരം ഒരു കരാറിൽ ഏർപ്പെടാൻ പോലും സാധ്യതയുണ്ടായിരുന്നില്ല. പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാവരെയും ഓൺ ബോർഡ് കൊണ്ടുവന്ന്, കൺസെൻസസ് കൊണ്ടുവന്ന് അദാനിയെ കൊണ്ട് ഈ പ്രൊജക്ട് ഏറ്റെടുപ്പിച്ചത്, യാഥാർത്ഥ്യമാക്കിയത് ഉമ്മൻചാണ്ടി എന്ന വിഷണറി ലീഡറായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു. എന്നിട്ട് ആ മുഖ്യമന്ത്രിയെ, ഈ കേരളത്തെ ഈ കേരളമാക്കി മാറ്റുന്നതിൽ നിർണായകമായിട്ടുള്ള, നിയാമകമായിട്ടുള്ള പങ്കുവഹിച്ച ആ മുൻ മുഖ്യമന്ത്രിയെ ഒന്ന് സ്മരിക്കാൻ പോലും മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ കേരളത്തെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ് ചെയ്തത്. കേരളത്തിലെ ജനങ്ങളുടെ ഓർമ്മശക്തിയെ, മേധാശക്തിയെയാണ് നിങ്ങൾ കൊഞ്ഞനം കുത്തിയത്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എത്ര തമസ്കരിക്കാൻ ശ്രമിച്ചാലും, നിങ്ങൾ എത്രമാത്രം ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും, വിഴിഞ്ഞമുള്ളിടത്തോളം കാലം, വിഴിഞ്ഞത്തെ കടൽ തീരത്തെ തിരമാലകൾ അടിക്കുന്നിടത്തോളം കാലം ഒരു കടലിരമ്പം പോലെ 4 കോടി മലയാളികളുടെ നെഞ്ചിനകത്ത് ഉമ്മൻചാണ്ടി എന്ന നാമമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ CPM-കാരാ നിങ്ങൾക്കൊരു സംശയവും വേണ്ട. ഞാൻ ഇന്നലെ ആ പരിപാടി കണ്ടപ്പോൾ മുഴുവൻ ശ്രദ്ധിച്ചത് വേറൊരു കാര്യമാണ്. എന്റെ പഴയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ്, ഞങ്ങളൊക്കെ ഈ പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിൽ ബസ് വരുമ്പോ എന്ത് ഈ ബസ് സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോ ആദ്യം തന്നെ ഒരു മുണ്ടെടുത്തിട്ട് ഇങ്ങനെ സീറ്റ് കിടും, അല്ലേ, സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. മൂപ്പരിപ്പോ മുണ്ടെടുക്കുന്നതിലും മുണ്ടഴിക്കുന്നതിലും ഒക്കെ ഫേമസ് ആയിട്ടുള്ള ആളാണല്ലോ. മൂപ്പര് ആദ്യം തന്നെ മുണ്ടഴിച്ചിട്ട് സ്റ്റേജിന് മുകളിൽ കസേരയിൽ കൊണ്ടുപോയിട്ടു 10 മണിക്ക് തുടങ്ങുന്ന പരിപാടിക്ക് 8 മണിക്ക് പോയിരുന്നിരിക്കുകയാണ്. എന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. ഞാൻ എന്റെ ബി ജെ പി സുഹൃത്തുക്കളോട് ചോദിക്കണം, നല്ല ചങ്ങായിമാരെ, പൊട്ടന്മാരെ പിടിച്ചിട്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആക്കുകയാണോ അതോ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം പൊട്ടന്മാരാവാണോ പതിവ്? എന്താണ് ബി ജെ പിയിൽ സംഭവിക്കുന്നത്?
ഒറ്റയ്ക്കിരുന്നിട്ട് മുദ്രാവാക്യം വിളിക്കുന്നു അറ്റത്ത്. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ലോണം കച്ചവടം ചെയ്ത് പോവായിരുന്നു. എന്താ പറ്റിയത്? വല്ലാതെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ വൈകാതെ ചികിത്സിപ്പിക്കാൻ നോക്കണം. ബി ജെ പിക്കാർ ഒരു ആവശ്യമില്ലാതെ ബി ജെ പിക്കാരെ വിളിച്ചിരുത്തിയിരിക്കുകയാണ് സ്റ്റേജിന് മുകളിലേക്ക്. ആര് വിളിച്ചിരുത്തി? പിണറായി വിജയൻ വിളിച്ചിരുത്തി. എന്തുകൊണ്ട് വിളിച്ചിരുത്തി? പ്രധാനമന്ത്രിയെ ഉദ്ഘാടനത്തിന് വിളിച്ചതുകൊണ്ട് വിളിച്ചിരുത്തി. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യണമെന്ന് എന്തെങ്കിലും നിർബന്ധം ഉണ്ടായിരുന്നു? മുഖ്യമന്ത്രിക്ക് ഉദ്ഘാടനം ചെയ്യാമായിരുന്നില്ലേ? അപ്പൊ പ്രതിപക്ഷ നേതാവിനെ വിളിക്കേണ്ടി വരും. ഈ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കൊടുക്കേണ്ടി വരും. ബഹുമാനപ്പെട്ട വി ഡി സതീശൻ സംസാരിച്ചാൽ അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ കുറിച്ച് അവിടെ പറയും. അത് തടയാൻ വേണ്ടി നിങ്ങൾ ആരെ വിളിച്ചു? പ്രധാനമന്ത്രിയെ വിളിച്ചു. പ്രധാനമന്ത്രിയെ വിളിച്ചപ്പോ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അവിടെ, പണ്ട് കുമ്മനടിയായിരുന്നെങ്കിൽ ഇപ്പോ രാജനടി എന്നാണ് പറയുന്നത് അല്ലെ, ഇപ്പൊ മൂപ്പരെ വിളിച്ച് കയറ്റിയിരുത്തേണ്ടി വന്നു. സർക്കാരിന്റെ 4ാം വാർഷിക എന്നാ പറയുന്നത്. CPM സർക്കാരിന്റെ, ഇടതുപക്ഷ സർക്കാരിന്റെ 4ാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി നടത്തിയ പരിപാടിയാന്നാ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, CPM സർക്കാരിന്റെ 4ാം വാർഷികത്തിന് സദ്യ വിളമ്പലാണോ BJP സംസ്ഥാന പ്രസിഡന്റിന്റെ പണി? BJP-കാരന് വല്ല ഉളുപ്പൊക്കെ വേണ്ടേ? ഉളുപ്പ് ഉണ്ടാവണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ മിനിമം ഉളുപ്പുള്ളവർ കുളിച്ച കുളത്തിലിറങ്ങി ഒന്ന് മുങ്ങുകയെങ്കിലും വേണമെന്നാണ് എനിക്ക് BJP-കാരോട് പറയാനുള്ളത്. നിങ്ങൾ ഈ കേരളത്തിൽ CPM BJP അന്തർധാര അത് ഇന്നലെയും തുടങ്ങിയതല്ല, ഒരുപാട് കാലമായി. 2021 തെരഞ്ഞെടുപ്പിന്റെ കാലത്തൊക്കെ ഈ പരിപാടിയുണ്ട്. തൃത്താലയിൽ ഞാൻ പറയാൻ 3500 വോട്ടാണ് മറച്ചു കൊടുത്തത്. അതിന്റെ കായ് വാങ്ങി കീശയിലിട്ടവരൊക്കെ തൃത്താലയിൽ തന്നെ ഇരിക്കുന്നുണ്ട്, പാലക്കാട് ഇരിക്കുന്നുണ്ട്. നമ്മുടെ പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ മത്സരിക്കുന്നവനൊക്കെ കാശ് വാങ്ങിയിട്ടുണ്ട് VT ബൽറാമിനെ തോൽപ്പിക്കാൻ വേണ്ടി. ഇനി എനിക്ക് പറയാലോ, ഇപ്പോ കേരളത്തിൽ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന വ്യക്തി വിജയിച്ചു വന്നിട്ടുള്ളത് ഗണവേഷധാരികളായിട്ടുള്ള RSSകാർ പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്തത് കൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ബൽറാമിന്റെ തോൽവി ഒരു തോൽവിയേ അല്ല, ആ തോൽവിയിൽ ഒരു അന്തസ്സുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ RSSകാരന്റെ വോട്ട് എരന്ന് വാങ്ങിയിട്ടല്ല ബൽറാം ഇവിടെ ജയിക്കാൻ ശ്രമിച്ചത്. അവിടെ അങ്ങനെ വോട്ട് എരന്ന് വാങ്ങിയ ആളാണ് ഇവിടുന്ന് ജയിച്ചു പോയത്. ഇവിടെ മാത്രമല്ല, ഒരുപാട് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ കച്ചവടമായിരുന്നല്ലോ. എങ്ങനെയെങ്കിലും UDF അധികാരത്തിൽ വരുന്നത് തടയണം, കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് തടയണം. ഇവിടെ പിണറായി വിജയൻ 3ാമത് വന്നാൽ പോലും കുഴപ്പമില്ല. ഞാന് കോൺഗ്രസിൽ ചേർന്നപ്പോ ഒരുപാട് സംഘികൾ എന്നോട് പറഞ്ഞത്, ഫോൺ വിളിച്ചിട്ടും അല്ലാതെ ഈ മെസ്സേജിലൊക്കെ പറഞ്ഞത്, നിങ്ങൾ CPM-ൽ ചേർന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര വിഷമം ഉണ്ടാവുമായിരുന്നില്ല, നിങ്ങൾ CPM-ൽ ചേർന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര സങ്കടം ഉണ്ടാവില്ലായിരുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഒരു ചേഞ്ചൊക്കെ വേണ്ടേ? ഒരു ചേഞ്ച് വേണ്ടേ? ഞാനിപ്പോ BJP-ന്ന് CPM-ൽ പോയാൽ എന്ത് ചേഞ്ചാണുള്ളത്? രണ്ടും ഒരുപോലെയല്ലേ? മനുഷ്യൻ 10-20 വർഷക്കാലം ഒരു സ്ഥലത്തിങ്ങനെ നിൽക്കുമ്പോൾ നമ്മളൊരു ചേഞ്ച് ആഗ്രഹിക്കൂലേ? ഞാൻ അന്ന് പറഞ്ഞു, ഞാൻ 20 വർഷം ഒരു ജീവപര്യന്തം അനുഭവിച്ചിട്ട് തൃശ്ശൂർ സെൻട്രൽ ജയിലിൽ കിടക്കുക. ഞാൻ നാളെ മുതൽ എനിക്ക് കണ്ണൂർ ജയിലിലേക്ക് മാറ്റം വേണമെന്നല്ല ആവശ്യപ്പെട്ടത്. എനിക്ക് പരോൾ വേണം, എനിക്ക് എന്നെ പുറത്തിറക്കി വിടണം എന്നാണ് ആഗ്രഹിച്ചത്. ഞാൻ എന്തിനാണ് ഒരേ അച്ചിരിട്ട വാർത്ത മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നത്? നിങ്ങൾ കാണുന്നില്ലേ കേരളത്തിൽ BJP പോലും പറയാൻ മടിക്കുന്ന വർഗീയത, കേരളത്തിൽ ഇങ്ങനെ വിഷം വമിപ്പിക്കുന്ന വർഗീയത കേരളത്തിൽ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത് ആരാ? ഈ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഒക്കെ ഉള്ള ആളുകൾ രാവിലെ വ്യായാമം ചെയ്യാൻ പോകുന്ന സമയത്ത് ആ വ്യായാമം ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലുണ്ട് എന്നുള്ള കാരണം കൊണ്ട് ആ വ്യായാമ മുറ മുഴുവൻ തീവ്രവാദ പരിശീലന ക്യാമ്പെന്ന് പറഞ്ഞതാരാ? യോഗി ആദിത്യനാഥ് അല്ല, ഏതെങ്കിലും വിശ്വ ഹിന്ദു പരിഷത്തുകാരനല്ല, ഏതെങ്കിലും ബജ്രംഗ് ദളകാരനല്ല. CPIM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഞാൻ ചോദിക്കട്ടെ, മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും സ്വാഭാവികമായിട്ടും ഡെമോഗ്രാഫി നോക്കുമ്പോ, പോപ്പുലേഷൻ വൈസ് നോക്കുമ്പോ മുസ്ലിം സമുദായത്തിന്റെ എണ്ണം കുറച്ച് കൂടുതലുണ്ട്. അവിടെ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നവരുടെ എണ്ണത്തിൽ കുറച്ച് പേര് മുസ്ലിങ്ങൾ കൂടുതലുണ്ടാവും, സ്വാഭാവികമാണ്.